അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാൻ ഇടിയപ്പം മുട്ടക്കറിയാണ്. അതിന് വേണ്ടി ഞാൻ ബ്രാഹ്മിൻസിൻ്റെ അരിപ്പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും തിളച്ച വെള്ളം ഒഴിച്ച് തവി വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കൈ വെച്ചൊന്ന് മയപ്പെടുത്തി എടുക്കണം. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് അതങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ സേവനാരിയിലോട്ട് മാവിട്ടിട്ട് നല്ലപോലെ ഇടിയപ്പത്തിന് പിഴിഞ്ഞെടുക്കും. എന്നിട്ട് അതൊരു 5 മിനിറ്റ് ആവി കൊള്ളിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഇടിയപ്പം റെഡിയാവും. ഓൾറെഡി ഗ്രേവി ഉണ്ടാക്കി വെച്ചിരിക്കുവാണ്. മുട്ട ഞാൻ വേവിച്ച് വെച്ചിരിക്കുക. ഇനി അതിൻ്റെ തൊലി കളഞ്ഞെടുത്ത് ഗ്രേവിയിലോട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ തൊലി കളയാൻ വേണ്ടി എന്നെ സഹായിക്കുന്നത് ആരാന്ന് കണ്ടോ? അപ്പോൾ ആദ്യമൊക്കെ ഇവനിത് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് വൃത്തികേടാവുമായിരുന്നു. മുട്ടയൊക്കെ ഞെക്കി വൃത്തികേടാക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ അതിൽ പ്രോ ആയി. കാരണം ആദ്യം അവൻ അത് വൃത്തികേടാക്കുമ്പോൾ ഞാൻ അവനെ വഴക്ക് പറയുന്നതിന് പകരം എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ ഇടിയപ്പം മുട്ടക്കറി എല്ലാം റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ നേരെ കടയിൽ സാധനം വാങ്ങിക്കാൻ പോയി. ആശാൻ തന്നെ ബാസ്ക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് അവന് വേണ്ടതെല്ലാം കൈ എത്തുന്നിടത്തോളതെല്ലാം എടുത്ത് ഇടും. എത്താത്തതൊക്കെ നമുക്ക് കാണിച്ചും തരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ. ബാക്കി നാളെ പറയാം.